ഹലോ ഓൾ, എല്ലാവരുടെയും 11th സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിഗംഭീരമായിട്ട് എല്ലാവരും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളിലെയും ഏകദേശം ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് എക്സാംസിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ക്ലാസ്സിനകത്തും വളരെ ഈസി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടാണ് എല്ലാവർക്കും തോന്നുക. പക്ഷേ ഇതിനുള്ള പാഠം അത്തരത്തിലല്ല. ഒരുപാട് പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് ഫോർമുലാസ് വരുന്ന നിങ്ങളുടെ +2 ക്ലാസ്സിലേക്ക് ഒരുപാട് ആവശ്യമുള്ള ചാപ്റ്റേഴ്സാണ് ബാക്കിയെല്ലാം തന്നെ. സോ ഇനി എല്ലാവരും അത്രമേൽ സീരിയസ് ആയിട്ട് തന്നെ വേണം ഓരോ ചാപ്റ്റേഴ്സിനും അപ്രോച്ച് ചെയ്യാനായിട്ട്. ഏതൊരു പാഠവും പഠിച്ചു കഴിയുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു എക്സാമിനേഷൻ എഴുതിയിരിക്കണം. അത് CBSEയുടെ ബോർഡ് എക്സാം എങ്ങനെയാണ് അതുപോലെ തന്നെ വേണം എല്ലാ വിദ്യാർത്ഥികളും ഒരു എക്സാമിനേഷൻ എഴുതിയിരിക്കാനായിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, +2 ക്ലാസ്സിനകത്ത് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമിനകത്ത് MCQs ഉണ്ടാകും, 2 മാർക്ക് ഉണ്ടാകും, 3 മാർക്ക് ഉണ്ടാകും, 5 മാർക്ക് ഉണ്ടാവും, കേസ് സ്റ്റഡി ഉണ്ടാവും. ഇങ്ങനെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷനിലെ +2 ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കണം. എന്നാലാണ് നമുക്ക് 12th ക്ലാസ്സിലെ എക്സാംസ് എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് മാറുകയുള്ളൂ. ഇതാണ് നമ്മുടെ സെറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്തമാറ്റിക്സിലെ 1ാം ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് എല്ലാവരും പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MCQs ആണ്. 2 പക്ക MCQ, 3 അസേഷൻ റീസണും. ആൻഡ് 4 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് MCQ കഴിഞ്ഞു, വെരി ഷോർട്ട് ആൻസർ ആയിട്ടുള്ള 2 മാർക്ക് കഴിഞ്ഞു. പിന്നീട് വരുന്ന എല്ലാം തന്നെ 3 മാർക്കും നമ്മുടെ 4 മാർക്കും കേസ് സ്റ്റഡിയും എല്ലാമാണ് നമുക്ക് ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ കേസ് സ്റ്റഡി MCQs ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് MCQ നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് നൽകിയിരിക്കുന്നത്? പണ്ടത്തെ പാറ്റേൺ അനുസരിച്ചാണ് MCQ വരുന്നത്. നിലവിൽ CBSE ബോർഡ് എക്സാമിൻ്റെ കോമ്പറ്റൻസ് ലെവൽ കൂടുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് MCQs ഉണ്ടാവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതായത് നിങ്ങൾ +2 ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അധികം സാധ്യത കേസ് സ്റ്റഡി ആയിട്ട് MCQs ചോദിക്കാനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നതിനായിട്ട് CBSE ബോർഡ് എക്സാം ഫ്യൂച്ചറിൽ വരാൻ വേണ്ടി പോകുന്ന പാറ്റേൺ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിനകത്തുള്ള ഓരോ ചോദ്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു യൂണിറ്റ് ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് എല്ലാം ആവുകയില്ല. യൂണിറ്റ് ടെസ്റ്റിന് പുറമെ നിങ്ങൾ മൊഡ്യൂൾ എക്സാമിനേഷൻ എഴുതണം. അതായത് ഒരു ടേം എക്സാമിനേഷൻ 2 or 3 ചാപ്റ്ററിന് ശേഷം ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ഒരു വലിയ പരീക്ഷ എഴുതണം. എന്നാലാണ് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്തുകൊണ്ട് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ട് ഒന്നിച്ചൊരു എക്സാമിനേഷൻ എഴുതാനുള്ള സ്കില്ല് വർദ്ധിക്കുകയുള്ളൂ. സൈലത്തിനകത്ത് ഇങ്ങനെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും. ഈ എക്സാമിന് പുറമെ 3-4 ചാപ്റ്റേഴ്സ് ക്ലബ്ബ് ചെയ്തുകൊണ്ട് മൊഡ്യൂൾ എക്സാമിനേഷൻ ഒരു വിദ്യാർത്ഥി എഴുതിയിരിക്കും. സൈലത്തിൻ്റെ ടേം എക്സാമിനേഷൻ്റെ പേരാണ് മൊഡ്യൂൾ എക്സാമിനേഷൻ. ഇത്രമേൽ എക്സാംസ് ആണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി എഴുതാൻ വേണ്ടി പോകുന്നത്. ഇത്രമേൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥിക്കും 11th ക്ലാസ്സിലെ എല്ലാ എക്സാംസും വളരെ ഈസിയായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരാൾക്കും വേണ്ട. ക്ലാസ് 11 CBSE എക്സാംസിൽ എല്ലാം തന്നെ ഫുൾ മാർക്ക് നേടുന്നതിനായിട്ട് എല്ലാ മക്കളും സൈലത്തിൻ്റെ CBSE വിദ്യാർത്ഥികളുള്ള എക്സ്ക്ലൂസീവ് ബാച്ചായിട്ടുള്ള അഗ്നി ബാച്ചിൽ ഉടനടി ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ഫുൾ മാർക്കിലേക്ക് നടന്നിങ്ങാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു ചാപ്റ്റർ നമ്മൾ ഏകദേശം ഒരു 5-6 പാർട്ടാക്കാൻ ഡിവൈഡ് ചെയ്യാം. 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ട് കോൺസെപ്റ്റ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോവുക. ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ കാണുന്ന ക്ലാസ്സിന് കറസ്പോണ്ടിങ്ങിലുള്ള MCQs നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. 10 MCQs. സോ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ 6 പാർട്ട് ഉണ്ടെങ്കിൽ 60 MCQ ആണ് ഒരു വിദ്യാർത്ഥി പഠിച്ചിരിക്കുക. ഈ കാണുന്ന 60 MCQ മാത്രമായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദ്യങ്ങളും ഉണ്ടാവുക. സോ എല്ലാ വിദ്യാർത്ഥികൾക്കും MCQ എന്ന കൊലകൊമ്പനെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ എല്ലാവരും എത്ര വേഗം തന്നെ 9995400800 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.